കഴിഞ്ഞ ദിവസമാണ് ബിജെപിയുടെ പ്രകടന പത്രിക പുറത്തിറക്കിയത്. മോദിയുടെ ഗ്യാരണ്ടി എന്ന ഉറപ്പിൽ നമുക്ക് പ്രയോജനപ്പെടുന്ന നിരവധി വാഗ്ദാനങ്ങളാണ് മോദി സർക്കാർ നൽകുന്നത്. സുപ്രധാന കാര്യം കൂടി ബിജെപി മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. മോദിക്ക് ഗ്യാരണ്ടി എന്ന പ്രകടന പത്രികയിൽ മാനേജിംഗ് ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്ന വിഷയം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വി വിൽ വർക്ക് വിത്ത് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ആൻഡ് ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ടു സെൻസിറ്റീവ്ലി മാനേജ് ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഇൻ ഏരിയാസ് ക്ലോസ് ടു ഫോറസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബിജെപി പ്രകടന പത്രികയിൽ വയനാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായ മനുഷ്യ വന്യമൃഗ സംഘർഷവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേസിന്റെ ഇടപെടലിലാണ് വയനാടിന് പ്രധാനമന്ത്രിയുടെ ഈ കരുതൽ. വന്യമൃഗ പ്രശ്നം പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രിയുടെയും ബിജെപിയുടെയും പ്രവർത്തനത്തിൽ ആകൃഷ്ടയായി CPM പ്രവർത്തകയും മുൻ അംഗനവാടി ടീച്ചറുമായ നബീസ ബിജെപിയിലേക്ക് ചേർന്നിരിക്കുന്നു. CPMലെ ഒരു പ്രവർത്തക മോദിയുടെ പ്രവർത്തനത്തിൽ ആവേശം കൊണ്ട് മോദി സർക്കാർ നാടിനു വേണ്ടി ചെയ്യുന്നതാണ് ഓരോ സർക്കാരും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ബിജെപിയിലേക്ക് വരിക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. മതവിശ്വാസിയായ നബീസയുടെ ബിജെപിയിലേക്കുള്ള ചുവടുമാറ്റം ഒരു തുടക്കം മാത്രമാണ്. ബിജെപി അധികാരത്തിലെത്തിയാൽ വനത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിലെ മനുഷ്യ മൃഗ സംഘർഷം സെൻസിറ്റീവായി കൈകാര്യം ചെയ്യാൻ കേരള സർക്കാർ ഉൾപ്പെടെ എല്ലാവരുമായും സഹകരിച്ച് കേന്ദ്രം പ്രവർത്തിക്കുമെന്ന് ബിജെപി പ്രകടന പത്രിക വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള ബിജെപിയുടെ പ്രകടന പത്രിക മോദിക്ക് ഗ്യാരണ്ടി എന്ന പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച പുറത്തിറക്കിയിരുന്നു. സ്ത്രീകളെയും യുവാക്കളെയും ദരിദ്രരെയും കർഷകരെയും കേന്ദ്രീകരിച്ച് 30 വാഗ്ദാനങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. വയനാട്ടിലെയും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലെയും വനാതിർത്തികളിൽ താമസിക്കുന്ന കർഷകർക്ക് ഈ നടപടി വലിയ ആശ്വാസം നൽകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്.